Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 205 മെക്കാനിക്സ് ഓഫ് സോളിഡിൻ്റെ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ S2 സിവിൽ എഞ്ചിനീയറിംഗ് KTU സ്റ്റുഡൻസിൻ്റെ 2024 സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന കോർ പേപ്പറിൻ്റെ സബ്ജക്റ്റും അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനുമാണ്, സിലബസും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സെക്കൻഡ് സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കോർ പേപ്പറായിട്ടുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ് ആണ്. സബ്ജക്റ്റ് കോഡ് വരുന്നത് CET 205 ആണ്. സബ്ജക്റ്റിന് വരുന്ന ക്രെഡിറ്റ് 4 ആണ്. അതിൻ്റെ ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ S1 പഠിച്ച എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് സെമസ്റ്റർ എക്സാം 60 മാർക്കിനായിരിക്കും. അപ്പോൾ എൻഡ് സെമസ്റ്റർ എക്സാം വരുന്നത് 2.5 hour ഡ്യൂറേഷനിലായിരിക്കും. ഇതൊരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോർ പേപ്പറാണ്. ഇനി കോളേജിൽ നിന്നുള്ള കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനായിട്ട് 40 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അത് കോളേജിലുള്ള അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്, അതേപോലെ സീരീസ് എക്സാം അതിൻ്റെയൊക്കെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. സിലബസിലേക്ക് വന്നാൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുള്ളത് സ്ട്രെസ്സ്, സ്ട്രെയിന്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, യങ്സ് മോഡുലസ്, ആക്സിയലി ലോഡഡ് ബാർ, അതേപോലെ ടെമ്പറേച്ചർ എഫക്റ്റ് ഇൻ കോമ്പോസിറ്റ് ബാർ, ഷിയർ സ്ട്രെസ്സ്, ഷിയർ സ്ട്രെയിൻ, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ലാറ്ററൽ സ്ട്രെയിൻ, പോയ്സോൺസ് റേഷ്യോ, റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് മോഡുലസ്. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന എല്ലാ കൺസെപ്റ്റും ഈ ഫസ്റ്റ് മൊഡ്യൂളിലാണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്ന കൺസെപ്റ്റുകൾ, ഡെഫിനീഷൻസ്, ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ പിന്നീടുള്ള മൊഡ്യൂളുകളൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന ടേംസുകളൊക്കെ തന്നെയായിരിക്കും അടുത്ത മൊഡ്യൂളുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് ആണ്. പല ടൈപ്പ് ഓഫ് ലോഡിങ്ങിലും പല ടൈപ്പ് ഓഫ് ബീമിലും ഉള്ള ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് നമ്മൾ മെയിനായിട്ട് വരക്കേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ് ഇനി അങ്ങോട്ടുള്ള ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണിത്. അപ്പോൾ ബീംസ്, ടൈപ്സ് ഓഫ് ബീം, ടൈപ്സ് ഓഫ് ലോഡിങ്സ്, കൺസെപ്റ്റ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്, അതുപോലെ പല ടൈപ്പ് ഓഫ് ലോഡിങ്. നമുക്ക് മെയിനായിട്ട് ക്യാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, ഈ 3 ടൈപ്പ് ഓഫ് ബീമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ്, പോയിൻറ്റ് ലോഡ്, UDL, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലോഡ് കോമ്പിനേഷൻസ് വരുമ്പോൾ ഉള്ള ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് വരക്കാനാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. തേർഡ് മൊഡ്യൂളിലേക്ക് വന്നാൽ സിമ്പിൾ ബെൻഡിങ്, അതിൻ്റെ അസംഷൻ, ലിമിറ്റേഷൻസ്, കാൽക്കുലേഷൻ ഓഫ് നോർമൽ സ്ട്രെസ് ഇൻ ബീം, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഷിയർ സ്ട്രെസ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ തേർഡ് മൊഡ്യൂളിൽ ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെക്കോളിസ് മെത്തേഡിൻ്റെ ഒരു ഡെറിവേഷനും വരുന്നുണ്ട്. ഇതാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്ന മെയിൻ കണ്ടന്റ്. ഫോർത്ത് മൊഡ്യൂൾ കുറച്ച് വാസ്റ്റുമാണ്, ഒരുപാട് ടോപ്പിക്സും ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഒരു ടോപ്പിക്കുണ്ട്, കോളം വരുന്നൊരു പോർഷനുണ്ട്, ടോർഷൻ വരുന്നൊരു പോർഷനുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് ടോർഷൻ ഇൻ ഷാഫ്റ്റാണ്. ഷാഫ്റ്റിൻ്റെ അകത്ത് വരുന്ന പവർ ട്രാൻസ്മിറ്റഡ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പോർഷനാണ് ഇത് വരുന്നത്. അതുകൂടാതെ കോളം വരുന്നുണ്ട്, ഷോർട്ട് കോളം ആൻഡ് ലോങ് കോളം. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെപ്റ്റ് വരുന്ന ഡെറിവേഷൻസും പ്രോബ്ലംസും ആണ് വരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ച് ടഫായിട്ടും വരുന്നത് ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സ്, പ്രിൻസിപ്പൽ പ്ലെയിന്, മോർ സർക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ഓവറോൾ ഇത്രയാണ് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡിൽ പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ്. ഇൻ ഡീറ്റെയിൽ ഇത് നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പറഞ്ഞ പോലെ മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പാണ്. അതിൽ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ 40 മാർക്സ് നിങ്ങൾക്ക് കോളേജുകളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അറ്റൻഡൻസിന് 5 മാർക്സ് ആണ്. നിങ്ങളുടെ അസൈൻമെൻറ്റ്, മിനി പ്രോജക്റ്റുകൾക്കെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 മാർക്ക് കിട്ടും. ഫസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള സീരീസ് എക്സാമിന് 10 മാർക്ക്, സെക്കൻഡ് സീരീസ് എക്സാമിന് 10 മാർക്ക്, അങ്ങനെ ഓവറോൾ ഔട്ട് ഓഫ് 40 ആണ് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാമിലേക്ക് പോയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 60 മാർക്കിനായിരിക്കും എക്സാം. 2.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ
ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് 24 മാർക്കായിരിക്കും പാർട്ട് എ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്കാണ് വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുള്ളായിട്ട് ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 സബ് ഡിവിഷൻസ് വരെ ഉണ്ടാവും. അതായത് ഒരു 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടുത്താൽ 1 A B C 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ 3 സബ് ഡിവിഷൻസ് വരെ ഒരു ക്വസ്റ്റ്യന് പോസിബിളാണ്. അപ്പോൾ അങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്നും 9 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ അതിൽ ഔട്ട് ഓഫ് 1 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ 4 × 9 36 മാർക്കാണ് പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻറ്റേർണൽ മാർക്കാണ്. ഇൻറ്റേർണൽ മാർക്ക് കുറയുന്നതനുസരിച്ച് നമ്മൾ എക്സ്റ്റേണൽ കിട്ടുന്ന പാസ് മാർക്ക് കൂടുതൽ വാങ്ങേണ്ടി വരും. അപ്പോൾ നോർമലി നമുക്ക് 24 മാർക്സ് മതി പാസ്സാവാൻ. ഔട്ട് ഓഫ് 60 24 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാം. അതേപോലെ നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് ഔട്ട് ഓഫ് 40 നമുക്ക് 26 ആണ് മിനിമം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിയറി എക്സാമിന് നിങ്ങൾക്ക് മിനിമം 24 ഉണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. അതേപോലെ ഇൻറ്റേർണൽ ഔട്ട് ഓഫ് 40 നിങ്ങൾക്ക് 26ഉം വേണം. അങ്ങനെ 26 + 24 നമുക്ക് എത്ര കിട്ടും? 50 മാർക്സ് ആണ് ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത്. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ 26ന് പകരം നിങ്ങൾക്ക് 20 കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചു. ഇൻറ്റേർണലിൽ ഔട്ട് ഓഫ് 40 നിങ്ങൾക്ക് 26 കിട്ടേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് 20 കിട്ടിയുള്ളെങ്കിൽ ഔട്ട് ഓഫ് 60 നിങ്ങൾ 30 മാർക്ക് റിട്ടേൺ എക്സാമിന് സ്കോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻറ്റേർണൽ 26 ആണ് മിനിമം വേണ്ടത് ഔട്ട് ഓഫ് 40. അപ്പോൾ ഇത് 26 ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ എക്സാമിന് 24 മതി. ഈ ഇൻറ്റേർണൽ മാർക്ക് നിങ്ങളുടെ പെർഫോമൻസ് കുറയുന്നതനുസരിച്ച് എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിന് കൂടുതൽ വാങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മെക്കാനിക്സ് ഓഫ് സോളിഡ് ഒരു കോർ പേപ്പറാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ബാക്ക് പേപ്പേഴ്സ് വരുന്നതുമായിട്ടുള്ളൊരു പേപ്പറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആദ്യം മുതലേ പഠിത്തത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ടഫായിട്ട് വരുന്നൊരു പേപ്പറാണ്. കാരണം ഒരുപാട് കൺസെപ്റ്റ് പ്രോബ്ലംസൊക്കെ കവർ ചെയ്യാനായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇനി അടുത്ത ഹയർ സെമ്മുകളിൽ സ്ട്രക്ചറൽ അനാലിസിസ്, അങ്ങനെ ഡിസൈൻ പേപ്പറുകൾ ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേപ്പർ. അപ്പോൾ ആദ്യം മുതലേ ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് പഠിച്ച് അതിൻ്റെ പ്രോബ്ലംസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എങ്കിലേ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്ത് എഴുതി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.